ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റവ ഉപ്പുമാവാണ്. എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടാവാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് വറുക്കുക. കടുക് വറുത്തതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയായിട്ട് അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനുശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴണ്ട് ഒരു ചുവന്ന കളറാകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പം അത് ഇതിലേക്കായിട്ട് ഞാൻ തേങ്ങ പൊടി എടുക്കുന്നുണ്ട്. തേങ്ങ ലാസ്റ്റേ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് റവ തട്ടിയതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് തേങ്ങ പൊടി ഇട്ട് കൊടുക്കുക. അപ്പം അത് എനിക്ക് ഈ വീഡിയോയിലേക്ക് കിട്ടിയിട്ടില്ല, തേങ്ങ പൊടി ആഡ് ചെയ്യുന്നത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്. അപ്പം ഇഷ്ടമുള്ളവർക്ക് തേങ്ങ കൊടുക്കാം, ഇല്ല എന്നുള്ളവർക്ക് വേണ്ട, ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാം. പക്ഷേ ഞാനത് എടുത്തിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചുവന്ന് വരുന്നത് വരെ അതിനൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 2 ഗ്ലാസിൻ്റെ വീതം പച്ചവെള്ളം ഒഴിക്കുകയാണ്. രണ്ട് ഗ്ലാസിൻ്റെ വീതം പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാം. ഈ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് എങ്ങനെയാണെന്നുള്ളത്, ഉപ്പിൻ്റെ അളവ് നമുക്ക് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വെള്ളം ഇതുപോലെ നല്ലോണം തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് റവ തട്ടി കൊടുക്കാം. റവ ഞാനിതായിപ്പം ഒരു 2 ഗ്ലാസിൻ്റെ വിധത്തോളം തന്നെയാണ് റവയും എടുത്തിട്ടുള്ളത്. ഇതുപോലെ റവ ഇങ്ങനെ ഈ വെള്ളം നല്ലോണം ഈ ഒരു പരുവാവുന്നത് വരെ റവ തട്ടിക്കൊടുക്കുക. ഈ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു ഇതിൽ നിൽക്കണം, എന്നാലേ റവ നല്ലോണം വെന്ത് വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വറ്റി വരിക. ആ സമയത്താണ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കാം, എന്നാലും ഞാനൊന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. തേങ്ങ പൊടി ഇടുന്നുണ്ട്, അത് എനിക്ക് മുഴുവനായിട്ട് വീഡിയോയിൽ കിട്ടിയില്ല. ഓക്കേ.